ഗായ്സ് പാർട്ട് 2 ആണ്. അനു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു പ്ലേസിൽ നിന്ന് ഒരു ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞണ്ടിനെ കാണാത്തവരല്ലെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ ഒരു കുഞ്ഞു ഞണ്ടിനെ കാണിച്ചിട്ട് കൈ കൊണ്ട് പിടിച്ചത്. ഇതാണ് നമ്മുടെ ഈ ഞണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ശംഖ് കിട്ടിയിട്ട് ഇതിൻ്റെ അടുത്ത് ഒരു ആശാനുണ്ട്. ആ ആശാൻ ഇപ്പോൾ എഴയും നോക്കിക്കോണേ. ഇപ്പം ഇതാണ്ട് ഞണ്ട് കിടന്ന് എഴയുന്ന കണ്ടോ? ഇപ്പം ആ ആശാന് കിടന്ന് എഴയും നോക്കിക്കോ, കണ്ടോ? ഇതിൻ്റെ പേരെന്താണ്? അച്ഛനോട് ശങ്കെന്നാണ് പേര്. കണ്ടോ? രണ്ട് കണ്ണും ഒരു ഇതും കണ്ടോ ഗൈസ്? നടക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ മിക്കവാറും വരുന്നതാണ് മുരിങ്ങ. കക്ക വരാറുണ്ട്. ഇതാണ് മുരിങ്ങ. അടത്തിയ ആ ഒരു എന്താ പറയുക, അടത്തിയ ഒരു തോടാണത്. ഇതാണ് നമ്മുടെ മുരിങ്ങ. ഇതിനകത്ത് വരുന്ന ഇറച്ചി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതാണ്ട് നമ്മുടെ ചെമ്പല്ലിയൊക്കെ ഇതാ പോകുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, ക്ലാരിറ്റി ഇല്ല. നമ്മുടെ ചെമ്പല്ലി ഉണ്ട്. ഇതാണ് ആ ഒരു സ്ഥലത്താണല്ലോ സാമ്പ്രാണിക്കൊടി. നമ്മുടെ മുകളിലൊക്കെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആഴമുള്ളതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് മാറിയിരിക്കാൻ. ഇതേപോലെ നിങ്ങളുടെ സ്ഥലവും എന്താ പറയുക ഇങ്ങനെയാണെങ്കിൽ കമൻറ്റ് ഓണാകുമ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക. ചില വീഡിയോസിൽ മാത്രമേ കമൻറ്റ് ഓണാകത്തുള്ളൂ. ഓണാവുന്ന വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. കിട്ടിയ എന്തേലും ഗൈസ്. പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കാൻ മറന്നുപോയി. അതിൻ്റെ ഒരു കണ്ടൽ മാങ്ങയുടെ വലിയ ഒരെണ്ണമാണിത്. അതിനകത്ത് കുറേ പിടിച്ച് നിൽപ്പുണ്ട്. നോക്കൂ നിങ്ങൾ. ഇതിനകത്ത് കടന്തലുണ്ട്, തത്തമ്മയുണ്ട്, കാക്കക്കൂടുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടം വരെ മീൻ വരും കേട്ടോ. നല്ല രസമാണ് ആ ഒരു മീനെയൊക്കെ കാണാൻ. എന്തൊരു ഭംഗിയാണെന്നറിയാവോ. നല്ല രസമുണ്ടായിരിക്കും പിടിക്കാനൊക്കെ. നമ്മളിത് കറ്റാൽ വെച്ചാണ് പിടിക്കുന്നത്. ഇപ്പം നമ്മുടെ കൈ കറ്റാലില്ല, അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ കഴിയത്തില്ല. ഇവിടം വരെ നമുക്ക് മീനുണ്ടായിരുന്നു. അത് ഓടിപ്പോയതാണ്. എന്ത് ചെയ്യാനും മല്ലയ്യ. കടന്തലുണ്ട് ഇവിടെ, കുത്തും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് പാർട്ട് 2. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.